മുബഷീർ പി അക്ബറിലേക്ക് പോവുകയാണ്. തവനൂർ ജയിലിൽ നിന്ന് മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് PV അൻവറിനെ പുറത്തിറങ്ങുന്നതിനായി. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വിനീതയുടെ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ PV അൻവർ ജയിൽ മോചിതനാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അൻവർ പോലും ഇത്രയധികം നേരത്തെ ജയിലിൽ നിന്നും ഇറങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന്റെ നിലമ്പൂരിലെ വസതിയിലെ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കും. കള്ളക്കേസാണിത്. സാധാരണഗതിയിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ സ്വാഭാവിക പ്രതികരണം എന്നോളമാണ് നാട്ടുകാരുടെ, തന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പേരിൽ ഇത്രത്തോളം നാടകീയ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് താൻ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു PV അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അദ്ദേഹം വിചാരിച്ചിരുന്നത് 14 ദിവസത്തോളം റിമാൻഡിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറസ്റ്റ് നടപടി അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കാമായിരുന്നു. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുക്കാമായിരുന്നു. അതുവഴി അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അറസ്റ്റിലേക്ക് എത്തുന്നു, അറസ്റ്റുമായി സഹകരിക്കുന്നു. പോലീസിന്റെ കൂടെ പോലീസ് വാഹനത്തിൽ ഇറങ്ങിപ്പോയി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് വരെ പോകുന്ന ഘട്ടത്തിൽ നമ്മളത് കണ്ടതാണ്. പോലീസുമായി അദ്ദേഹം പല ഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് തന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നത്? താൻ നിങ്ങളുമായി സഹകരിക്കുന്നുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് വരുമല്ലോ, ജയിലിലേക്ക് വരുമല്ലോ എന്നൊരു ചോദ്യമൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉയർത്തി എന്നുള്ളതാണ്. എന്തായാലും അൻവർ അഴിക്കുള്ളിലായി 24 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ അദ്ദേഹം മുന്നണിയിൽ നിന്നും പുറത്തു വന്ന് പ്രഖ്യാപനം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സാമൂഹ്യ കൂട്ടായ്മയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അത് മുന്നോട്ട് വെച്ച പലതരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയായിട്ടുള്ള നിലമ്പൂരിലെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രദേശവാസിയെ ഒരു കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വലിയൊരു പ്രതിഷേധം ഫോറസ്റ്റ് ഓഫീസിലേക്ക് അദ്ദേഹം സംഘടിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്ന സാഹചര്യത്തിൽ ആ ഒരു പ്രതിഷേധം വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് നിലമ്പൂർ പോലീസ് കേസെടുക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തതിനു ശേഷം 120-ലധികം വരുന്ന പോലീസ് സന്നാഹത്തോടു കൂടി നിലമ്പൂർ DYSP അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ തന്നെ അതിനാടകീയമായ സംഭവങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹത്തിന്റെ മുന്നണിയിൽ നിന്ന് ലഭിക്കുന്ന UDF മുന്നണിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയ്ക്കുൾപ്പെടെ കാരണമായി എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തു വന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ VD സതീശന്റെ പ്രതികരണം ഉൾപ്പെടെ അതിന് തെളിവായി നിൽക്കുന്നുണ്ട്. കാരണം എല്ലാ ഘട്ടങ്ങളിലും UDFൽ PV അൻവറിന്റെ UDFിലേക്കുള്ള മുന്നണി പ്രവേശനത്തെ എതിർത്തിരുന്നത് VD സതീശനായിരുന്നു. പുതിയ കാലഘട്ടത്തിലെ നേതാക്കളായിരുന്നു. വിശേഷം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അൻവറിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു VD സതീശൻ. ആ പറയപ്പെടുന്ന VD സതീശൻ ഉൾപ്പെടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അൻവറിന്റെ അറസ്റ്റിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം, അത് പ്രതികരണമായി തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അത് അല്പസമയം മുമ്പ് K സുധാകരനും സമാനമായൊരു പ്രതികരണം വീണ്ടും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മണിക്കൂറിനുള്ളിൽ പുറത്തു വരുമെന്ന് പറയപ്പെടുന്ന PV അൻവർ നടത്താൻ പോകുന്ന നിലപാടുകൾ, സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, പറയാൻ പോകുന്ന പ്രതികരണത്തിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശേഷം പല ഘട്ടങ്ങളിൽ UDF മുന്നണിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മങ്ങിയ സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതിനിടയിൽ തമിഴ്നാട്ടിൽ DMK-യുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുമെന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം കൂടുതലായി അതിൻ്റെ മുഴുവൻ വശവും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം നടത്തിയ യാത്രകൾ പോലെയുള്ള പരിപാടികളുമായി അൻവർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ അറസ്റ്റ് നടപടിക്ക് മുൻപായി അൻവറിന് ലഭിച്ചിരുന്ന ഒരു സ്വീകാര്യത അത് അത്രത്തോളം കുറവായിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കൂട്ടായ്മയ്ക്കോ വേണ്ട വിധത്തിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂപടത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമില്ല, എഴുതി തള്ളാൻ പോകുന്ന എന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ തന്നെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പ്രതിഷേധം, ആ ഒരു പ്രതിഷേധത്തിലുണ്ടായ ഒരു സംഘർഷം വഴിയുണ്ടായ അറസ്റ്റ്, ആ ഒരു അറസ്റ്റ് അദ്ദേഹത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തോടുകൂടി അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നതും ഇതുതന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് UDF മുന്നണിയിലേക്ക് തനിക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ തനിക്ക് അതിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അൻവർ നടത്തിയിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ പോലെയുള്ള മുൻനിര നേതാക്കൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ച കണ്ടിരുന്നു. നിലവിലെ ചിത്രം എന്താണെന്ന് നമുക്കറിയാം വിനീത. അതൊക്കെ തന്നെ മാറിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് ഈ പറയപ്പെടുന്ന നേതാക്കൾ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് അൻവറിന് പിന്തുണയേകിക്കൊണ്ട് രംഗത്ത് വരുന്ന
വരുന്ന കാഴ്ച. മലപ്പുറത്ത് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ നേരത്തെ പറഞ്ഞത് ഒരു ജനപ്രതിനിധിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ തന്നെയാണോ ഇതെന്നൊരു ചോദ്യം PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ UDF-ൽ നിന്ന് ഉന്നയിക്കുന്നു അൻവറിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അനൗദ്യോഗികമായി തന്നെ അൻവറിനെ ആ ഒരു മുന്നണിയിലേക്ക് ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടി വേണം ലീഗ് നേതാക്കളുടെ പ്രതികരണത്തെ ഉൾപ്പെടെ കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിർണായക ഒരു യോഗം വരാൻ പോകുന്ന ദിവസം ചേരാൻ പോകുന്നു. അതിൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുമോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ അതിനിർണായകമായ 24 മണിക്കൂറിലെ ജയിൽവാസം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിച്ചതിന് ശേഷം അൻവർ ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം നടത്താൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും, അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും, അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ച കോൺഗ്രസിന്റെ, മുസ്ലിം ലീഗിന്റെ, UDF-ലെ മറ്റു ഘടകകക്ഷികളുടെ നേതാക്കളോടൊക്കെ തന്നെ അദ്ദേഹം നൽകുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശേഷം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. യുവാക്കളുടെ തൊഴിലില്ലായ്മയാണെങ്കിൽ, വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണെങ്കിൽ, മലയോര മേഖലകളിലെ വന്യമൃഗശല്യ ആക്രമണങ്ങളൊക്കെ തന്നെയാണെങ്കിലും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മഞ്ചേരിയിലെ അദ്ദേഹത്തിൻ്റെ DMK എന്ന് പറയുന്ന സാമൂഹ്യ കൂട്ടായ്മയുടെ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു മലയോര മേഖല നേരിടുന്ന ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി സംസ്ഥാനത്തൊട്ടാകെയുള്ള മലയോര മേഖലകളിൽ കർഷകരെ നേരിട്ട് കണ്ട് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് വേണ്ടതെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കും. തൻ്റെ കയ്യിലുള്ള ധനവും സമ്പാദ്യവും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ തന്നെ കർഷകർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ തന്നെ അൻവർ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു യാത്ര അതിൻ്റെ സമാപനത്തിലേക്ക് കടന്നൊരു ഘട്ടത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രദേശവാസി കൂടിയായിട്ടുള്ള, നിരന്തരം വന്യമൃഗശല്യം നേരിടുന്ന ഒരു മേഖലയിൽ നിന്നുള്ളൊരു വ്യക്തി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 35 വയസ്സുള്ള മണി അതിദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക്, അധികൃതർക്ക് വലിയ അനാസ്ഥ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവർ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച. പിന്നീട് അവിടെയുണ്ടായത് അതിനാടകീയമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളായിരുന്നു. അത് കലാശിച്ചത് വലിയ സംഘർഷത്തിലായിരുന്നു എന്നുള്ളത്. പക്ഷേ അൻവർ അത് മനസ്സിലാക്കിയിരുന്നു നേരത്തെ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടുകൂടിയായിരിക്കാം ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവിടെ നിന്നും മാറി നിന്നത്. ആ ഒരു പ്രതിഷേധം വലിയ സംഘർഷത്തിൽ കലാശിച്ചുകൊണ്ട് ആ ഒരു ഓഫീസിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ തകർക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോയത് എന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് നിലമ്പൂർ DYSP കൃത്യമായിട്ടും മലപ്പുറം SP ഉൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ അൻവറിൻ്റെ ഒതായിലുള്ള വീട്ടിലേക്ക് 120-ലധികം വരുന്ന പോലീസ് സന്നാഹവുമായി അങ്ങോട്ടേക്ക് കടന്നു വരുന്ന കാഴ്ച. അവിടെ എത്തിക്കൊണ്ട് അൻവറിനോട് ഏറെ നേരം സംസാരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അറസ്റ്റുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല. ഒരു ജനപ്രതിനിധിയായ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട സാങ്കേതികത്വങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന ചോദ്യം അൻവറുടെ ഉന്നയിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ക്രിമിനൽ കേസായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു നിലമ്പൂർ DYSPയുടെ മറുപടി. പിന്നീട് നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുമായി അൻവർ ആ ഒരു ഘട്ടത്തിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരുന്നവരും ഈ പറയപ്പെടുന്ന അദ്ദേഹത്തിന് നിലവിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള, പരസ്യമായി തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളോടുൾപ്പെടെ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ UDF-ലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ജനകീയ വിഷയം എടുത്തുന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ച ഒരു ജനപ്രതിനിധിയെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതുവഴി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ജനവിരുദ്ധ വികാരം അൻവറിലൂടെ ഏറ്റുപിടിക്കാമെന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസം UDF-ന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പ്രതികരണങ്ങൾ അത് തന്നെയാണ് അടിവരയിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്ന് വിവരം പുറത്തു വന്നതിന് പിന്നാലെയും UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇനി കേൾക്കേണ്ടത്, ഇനി അറിയേണ്ടത് അൻവറിൻ്റെ പ്രതികരണം തന്നെയാണ്. 1 മണിക്കൂറിനുള്ളിൽ ഇവിടെയുള്ള സാങ്കേതികപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് മഞ്ചേരി നിലമ്പൂർ കോടതിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഇവിടെ കൈപ്പറ്റിയതിനു ശേഷമായിരിക്കും അൻവറിനെ ജയിൽ മോചിതനാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 മണിക്ക് മുൻപ് ഈ പറയപ്പെടുന്ന നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായാൽ മാത്രമേ അദ്ദേഹത്തിന് ഇന്ന് ജയിൽ മോചിതനാകാൻ സാധിക്കൂ. സാധാരണഗതിയിൽ സെൻട്രൽ ജയിലായതുകൊണ്ട് തന്നെ ആ നടപടികൾ 7 മണിക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാളെ രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി അൻവറിൻ്റെ ബാക്കിയുള്ള സ്വീകരണവുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കടക്കുമ്പോൾ അൻവറിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന നിലമ്പൂരിലും എടവണ്ണയിലും അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. തുറന്ന വാഹനത്തിൽ തന്നെ അൻവറിൻ്റെ മണ്ഡലത്തിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അത്യന്തം നാടകീയമായ സംഭവങ്ങളിലൂടെ പോലീസ് ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള അൻവറിനെ പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഇവിടെയുള്ള നിലനിൽക്കുന്ന ഭരണകൂട
ഭീകരത എത്രത്തോളം അതിൻ്റെ നിലയിൽ എത്തി നിൽക്കുന്നു എന്നത് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രകടനമായി തന്നെ അൻവറിനെ ഇറക്കിക്കൊണ്ടുപോകാൻ അനുയായികൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം നടപടികൾ അല്ലെങ്കിൽ അത്തരം പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ അവർ സംഘടിപ്പിക്കാനും പോകുന്നത്. നേരം എത്ര ഇരുട്ടിയാലും സമയം എത്ര വൈകിയാലും അത് ചെയ്യുമെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് അൻവറിൻ്റെ അനുയായികളുള്ളത്. നേരത്തെ ജാമ്യം ലഭിക്കാതെ അൻവർ ജയിലിൽ തുടർന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിലമ്പൂർ നഗരത്തിൽ DMK വലിയൊരു പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ വലിയ പങ്കാളിത്തം അവർ പ്രതീക്ഷിച്ചിരുന്നു. വിശേഷം UDFിൻ്റെ നേതാക്കൾ പരോക്ഷമായിട്ടും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ഉൾപ്പെടുന്ന മേഖലയിൽ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ അൻവറിന് പിന്തുണയുമായി ആ ഒരു പ്രകടനത്തിൽ അണിചേരുമെന്നൊരു വിശ്വാസം DMKയുടെ നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ സുഗുവിനെ പോലെയുള്ള അൻവറിൻ്റെ കൂടെ നിന്ന വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മുൻ CPM നേതാവായിട്ടുള്ള ഈ സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എടുത്തിരിക്കുന്നു. ഹംസയെ പോലെയുള്ള നേതാക്കൾ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിലും ഏത് ഘട്ടത്തിലും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അൻവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ ഭരണകൂട ഭീകരത എന്നൊരു അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നോ പോലീസ് കടക്കുന്നോ എന്ന ഒരു സൂചന നൽകുന്ന നടപടികളായി ഈ സുഗുവിൻ്റെ അറസ്റ്റ് പോലെയുള്ള നടപടികൾ മണിക്കൂറുകളിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അൻവറിനെ ഭയക്കുന്നത് കൊണ്ടാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ജയിൽ മോചനായ ശേഷം അദ്ദേഹം ഉന്നയിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ പറയേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം അൻവറിൻ്റെ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹം നമ്മളോട് ഏറെ നേരം സംസാരിച്ചിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് മലയോര മേഖലകളിൽ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടുന്ന സാമുദായിക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് താൻ പ്രതിഷേധവുമായി നിലമ്പൂരിൽ എത്തിയത്, പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ ഒരു ക്രൈസ്തവ സഭകളെ അവഹേളിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ PV അൻവർ ചൂണ്ടിക്കാണിച്ചത്. ഭയന്നതുകൊണ്ടല്ല താൻ പോലീസിൻ്റെ അറസ്റ്റുമായി സഹകരിക്കുന്നു, പോലീസ് നടപടിയുമായി സഹകരിക്കുന്നു, മറിച്ച് താൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്, കോടതി നടപടികളിൽ വിശ്വസിക്കുന്നുണ്ട്, രാജ്യത്തെ പൗരനായി തന്നെ ആ നടപടികളിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്ന് പറഞ്ഞിരുന്ന PV അൻവർ 24 മണിക്കൂറിനുള്ളിൽ ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് അടിവരയിടുന്ന പ്രതികരണമായി അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമെന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ. എന്തായാലും അത് ആ നിലയിൽ തന്നെ ഒരു ഡൈവേർഷൻ ആ ഒരു പ്രതികരണത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ഘട്ടത്തിൽ അൻവർ സാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന മലയോര മേഖലകളെ വന്യമൃഗശല്യമാണെങ്കിലും കാട്ടാനിറങ്ങിക്കൊണ്ട് കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധിയായി തന്നെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധാരണക്കാർക്ക് ഇവിടെ പ്രതികരിക്കാൻ പോലും സാധ്യതയില്ലാത്ത വിധം നമ്മുടെ സംസ്ഥാനം അധംപതിച്ചു പോയി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അൻവറിൻ്റെ ആ ഒരു ഘട്ടത്തിലെ പ്രതികരണത്തിലൂടെ സാധിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്.